ഈ പ്രായത്തിൽ മുടി വെട്ടിയാൽ മുടി കിളിക്കുമോ, ഇനി നിനക്ക് മുടി കിളിക്കത്തില്ല എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ മുടി വെട്ടുമ്പം പറയാറുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയും, ഉറപ്പായിട്ടും മുടി കിളിക്കും, അത് കിളിപ്പിക്കാനുള്ള വിദ്യ എൻ്റെ കയ്യിലുണ്ടെന്ന്. പണ്ട് കാലം മുതൽക്കേ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു താളിയാണ്, ചെമ്പരത്തി താളി. അപ്പം അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ചെമ്പരത്തി ഇലയും അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പൂവും എടുത്തിട്ടുണ്ട്. അടുത്തത് കറിവേപ്പിലയാണ്. നാടൻ കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് നല്ലത്. അടുത്തത് പനിക്കൂർക്കയുടെ ഇലയാണ്. ഈ ഇലകളൊക്കെ എടുക്കുമ്പം നന്നായിട്ട് വാഷ് ചെയ്ത് വേണം എടുക്കാൻ. കൃഷ്ണതുളസിയുടെ ഇലയും അതുപോലെ തന്നെ പേരയിലയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം പണ്ടൊക്കെ ഞങ്ങൾ ഉരളിലിട്ട് ഇടിച്ചെടുക്കുകയോ അതുപോലെ തന്നെ നമ്മൾ അരകല്ലിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിതിനൊന്നും മെനക്കെടാറില്ല. അപ്പം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് 1 ഗ്ലാസ് പഴങ്കഞ്ഞി കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല. കുറച്ച് പെട്ടെന്ന് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പഴങ്കഞ്ഞി കഞ്ഞിവെള്ളം ചേർക്കുന്നത്. ഇതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. ഈ ഹെയർ പാക്ക് പണ്ട് മുതൽക്കേ ഞാൻ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നതാണ്. 100% റിസൾട്ട് കിട്ടിയിരിക്കുന്നതാണ്. ഇത് നമ്മൾ നിത്യവും തേയ്ക്കുന്ന എണ്ണ തലയിലേക്ക് തേച്ച് പിടിപ്പിക്കുക കുളിക്കുന്നതിന് മുമ്പാണ്. അതിനുശേഷം ഇത് 1 മണിക്കൂറോ അരമണിക്കൂറോ തേച്ചിട്ട് നല്ലതുപോലെ വാഷ് ചെയ്ത് കളയുക. തല നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. മുടി ഫ്രണ്ടിലോട്ടിട്ടിട്ട് നന്നായിട്ട് ഒലച്ച് കളയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ.